നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. തമിഴകത്ത് ഇനി വിജയ് യുഗം, മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പണമില്ലെന്ന് പറയരുത്, സർക്കാർ നടത്തിയത് എണ്ണമറ്റ ക്ഷേമ പദ്ധതികൾ. വിജയ്ക്ക് മറുപടിയുമായി സ്റ്റാലിൻ. രാജ്യത്ത് 4-ൽ-1 വാതരോഗം. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 21 കുട്ടികളെ രക്ഷിച്ചു. മനുഷ്യക്കടത്തെന്ന് സംശയം. മഴയോട് തിരിച്ചു പോകാൻ പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിനെതിരെ. റെയിൻ റെയിൻ ഗോ എവേ പദ്യത്തിനെതിരെ UP വിദ്യാഭ്യാസ മന്ത്രി. NGO അസോസിയേഷൻ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ വേട്ട. ഒറ്റ ദിവസം 400 പേരെ സ്ഥലം മാറ്റി. വെളിച്ചെണ്ണ വിലയിൽ വൻ ഇടിവ്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തമിഴകത്ത് ഇനി വിജയ് യുഗം, മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി C. ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്ന് രാവിലെ 10 മണിക്ക് നടന്ന ചടങ്ങിൽ തമിഴ്നാടിൻ്റെ അധിക ചുമതലയുള്ള കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിജയ്ക്കൊപ്പം 9 മന്ത്രിമാരും ചുമതല ഏറ്റു. സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ള നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ആഴ്ചകൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കുമാണ് ഇതോടെ വിരാമമാകുന്നത്. തെരഞ്ഞെടുപ്പിൽ 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ TVKയെ DMK സഖ്യകക്ഷികൾ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതോടെയാണ് അനിശ്ചിതത്വങ്ങൾ അവസാനിച്ചത്. CPIM, CPI, വിടുതലൈ ചിറുതൈക്കൾ കക്ഷി, കോൺഗ്രസ് എന്നീ പാർട്ടികളാണ് സഖ്യ സർക്കാർ രൂപീകരണത്തിന് വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. മന്ത്രിമാരും വകുപ്പും C. ജോസഫ് വിജയ് പൊതുഭരണം ആഭ്യന്തരം, KA സെങ്കട്ടോയർ പൊതുമരാമത്ത്, N. ആനന്ദ് മുനിസിപ്പൽ ഭരണം, CTR നിർമ്മൽകുമാർ വൈദ്യുതി, ആദം അർജുന കായികം, രാജ്മോഹൻ ദ്രാവിഡക്ഷേമം, അരുൺ രാജ് രജിസ്ട്രേഷൻ, കൊമേഴ്സ്യൽ ടാക്സ്, വെങ്കട്ടരമണൻ വിദ്യാഭ്യാസം, TK പ്രഭു, S. കീർത്തന എന്നിവരാണ് ഇന്ന് മുഖ്യമന്ത്രി കൂടാതെ സത്യപ്രതിജ്ഞ ചെയ്തത്. പണമില്ലെന്ന് പറയരുത്, സർക്കാർ നടത്തിയത് എണ്ണമറ്റ ക്ഷേമ പദ്ധതികൾ. വിജയ്ക്ക് മറുപടിയുമായി സ്റ്റാലിൻ. അധികാരമേറ്റതിന് പിന്നാലെ മുൻ സർക്കാരിനെതിരെ മുഖ്യമന്ത്രി വിജയ് നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയായി DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ. അധികാരത്തിലെത്തി തുടക്കത്തിൽ തന്നെ സർക്കാരിൻ്റെ കൈവശം പണമില്ലെന്ന് പറഞ്ഞ് തുടങ്ങരുതെന്നും ജനങ്ങൾക്ക് മികച്ചത് നൽകാൻ മനസ്സും ഭരണശേഷിയുമാണ് വേണ്ടതെന്നും സ്റ്റാലിൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സത്യപ്രതിജ്ഞ ചടങ്ങിൽ വിജയ് പ്രസംഗത്തിൽ പറഞ്ഞ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് സ്റ്റാലിൻ്റെ കുറിപ്പ്. മുൻ സർക്കാർ 10 ലക്ഷം കോടി രൂപയുടെ കടം വരുത്തിവെച്ചു എന്ന വിജയുടെ ആരോപണം ശരിയല്ല. ഫെബ്രുവരിയിലെ ബജറ്റിൽ തന്നെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്രായോഗികമായ വാഗ്ദാനങ്ങൾ മാത്രമേ നൽകാവൂ. വോട്ട് ചെയ്ത ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കാനും വിഷയം വഴിതിരിച്ചുവിടാനും ശ്രമിക്കരുത്. കോവിഡും പ്രളയവും പോലുള്ള നിരവധി പ്രശ്നങ്ങൾക്കിടയിലും കേന്ദ്ര BJP സർക്കാരിൻ്റെ അവഗണനകൾക്കിടയിലും കഴിഞ്ഞ 5 വർഷം ജനങ്ങൾക്കായി എണ്ണമറ്റ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി. പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾ മാത്രമേ നൽകാൻ എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന താങ്കൾ ഇപ്പോൾ ഭരണ നിർവഹണത്തിലേക്ക് ചുവട് വെക്കുകയാണ്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എങ്ങനെ നിറവേറ്റാം എന്നതിനെക്കുറിച്ചുള്ള സൂക്ഷ്മമായ കാര്യങ്ങൾ താങ്കളും ഉടൻ പഠിക്കും. ഇതെല്ലാം നിറവേറ്റാനാവട്ടെ എന്നും സ്റ്റാലിൻ മുഖ്യമന്ത്രി ആശംസിക്കുകയും ചെയ്തു. മഴയോട് തിരിച്ചു പോകാൻ പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന് എതിരെ. റെയിൻ റെയിൻ ഗോ എവേ പദ്യത്തിനെതിരെ UP വിദ്യാഭ്യാസ മന്ത്രി. പ്രശസ്തമായ നഴ്സറി പദ്യങ്ങളായ ജോണി ജോണി എസ് പപ്പ, റെയിൻ റെയിൻ ഗോ എവേ തുടങ്ങിയ ഇന്ത്യൻ സംസ്കാരത്തിന് വിരുദ്ധമാണെന്ന വിചിത്ര പ്രസ്താവനയുമായി ഉത്തർപ്രദേശ് വിദ്യാഭ്യാസ മന്ത്രി. ഉത്തർപ്രദേശ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യോഗേന്ദ്ര ഉപാധ്യായാണ് പാശ്ചാത്യ നഴ്സറി റൈമുകളെക്കുറിച്ച് വിചിത്ര പരാമർശവുമായി എത്തിയത്. ഈ റൈമുകളുടെ സന്ദേശം ഇന്ത്യൻ സാംസ്കാരിക മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും സ്കൂൾ പാഠ്യപദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ മൺസൂണിൻ്റെ പ്രാധാന്യത്തെ തള്ളിപ്പറയുന്ന സ്വാർത്ഥ വീക്ഷണത്തെയാണ് റെയിൻ റെയിൻ ഗോ എവേ റൈം പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പ്രാദേശിക മാധ്യമങ്ങളുമായുള്ള സംഭാഷണത്തിലെ മന്ത്രി പറഞ്ഞു. ഇതെന്താണ്? ലിറ്റിൽ ധോണി കളിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനാൽ അവൻ മഴയോട് പോകാൻ ആവശ്യപ്പെടുകയാണ്. ഇത് നമ്മുടെ പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതിനാൽ മഴ വരണമെന്നാണ് ആഗ്രഹിക്കേണ്ടത്. എന്നാൽ ഇവിടെ ജോണിക്ക് കളിക്കാൻ വേണ്ടി മഴ മാറാൻ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് അത് പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത്. ഇവിടെ ജോണി സത്യസന്ധതയുമില്ലായ്മയെ പ്രോത്സാഹിപ്പിക്കുന്നു. മഴയെ ഒരു അനുഗ്രഹമായി കാണുന്ന ഒരു സംസ്കാരത്തോടുള്ള
അവഹേളനമായിട്ടാണ് ഇത് വേണ്ട എന്ന് പറയുന്നത് ഉപാധ്യായ പറഞ്ഞു. ജോണി എസ് പപ്പ എന്ന റൈമിനെയും മന്ത്രി വിമർശിച്ചു. ഇത്തരം ഇംഗ്ലീഷ് റൈമുകൾ ഇന്നത്തെ യുവാക്കൾക്ക് ആവശ്യമായ ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു നൽകുന്നില്ലെന്ന് മന്ത്രി അവകാശപ്പെട്ടു. ഈറ്റിംഗ് ഷുഗർ നോ പപ്പ എന്ന വരിയിലാണ് BJP നേതാവ് പ്രശ്നം കണ്ടെത്തിയത്. മാതാപിതാക്കളോട് കള്ളം പറയാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് അടിസ്ഥാനപരമായ ഇത്തരം റൈമുകളാണെന്നാണ് മന്ത്രിയുടെ വാദം. സാംസ്കാരിക പ്രാധാന്യവും ആഴമേറിയ ധാർമ്മിക മൂല്യവുമുള്ളവയാണ് പരമ്പരാഗത ഹിന്ദി കവിതകളെന്നും പാശ്ചാത്യ റൈമുകൾ ഇതിന് വിരുദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. ഈ ആഴ്ച ആദ്യം ആഗ്രയിൽ നടന്ന ശിക്ഷാമിത്രങ്ങളുടെ സർക്കാർ പ്രൈമറി സ്കൂളുകളിലെ അഡ്ഹോക്ക് അധ്യാപകർ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തപ്പോഴും ലക്നൌവിലെ പ്രമുഖ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോഴുമാണ് വിദ്യാഭ്യാസ മന്ത്രി വിവാദ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇത്തരത്തിൽ വിചിത്ര പരാമർശങ്ങൾ നടത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ NGO അസോസിയേഷൻ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ വേട്ട, ഒറ്റ ദിവസം 400 പേരെ സ്ഥലം മാറ്റി. സർക്കാർ അധികാരത്തിലേറും മുമ്പേ NGO അസോസിയേഷൻ ഉൾപ്പെടെ UDF അനുകൂല സംഘടനകളുടെ താൽപര്യപ്രകാരം കൂട്ടസ്ഥലം മാറ്റവുമായി ഉദ്യോഗസ്ഥ വേട്ട. വിവിധ വകുപ്പുകളിലെ ക്ലർക്കുമാരും സഹകരണ വകുപ്പിലെ ഓഡിറ്റർമാരും 400ഓളം ജീവനക്കാരെയുമാണ് വെള്ളിയാഴ്ച സ്ഥലം മാറ്റിയത്. സഹകരണ വകുപ്പിലെ കൊല്ലം ജില്ലയിലെ ഓഫീസുകളിൽ 52 ജീവനക്കാരെ ദ്രോഹിച്ചു. കണ്ണൂരിൽ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിൽ 12 പേരെയും ജില്ലാ മെഡിക്കൽ ഓഫീസർ 6 പേരെയും മാറ്റി. വയനാട് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ 5 പേരെയും സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിൽ 19 പേരെയും മാറ്റി. ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഒരാളെയും മാറ്റി. കോഴിക്കോട് 1, മലപ്പുറം 26, പാലക്കാട് 11, എറണാകുളം 7 എന്നിങ്ങനെയാണ് ജില്ലകളിലെ കണക്ക്. ഡയറക്ടറുകളിലും നടപടിയുണ്ടായി. ഓഡിറ്റ് 31, പ്ലാനിംഗ് 1, സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് 22, സാങ്കേതിക വിദ്യാഭ്യാസം 34, മെഡിക്കൽ വിദ്യാഭ്യാസം 9, ജലസേചനം 35, സഹകരണം 4, GST 14, പൊതുവിദ്യാഭ്യാസം 5, തദ്ദേശം 14 എന്നിങ്ങനെയാണ് സ്ഥലം മാറ്റിയവരുടെ എണ്ണം. NGO യൂണിയൻ തിരുവനന്തപുരം നോർത്ത് ജില്ലാ ട്രഷറർ ഹരിലാൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മനോജ് കുമാർ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. അന്യായ സ്ഥലം മാറ്റത്തെ നിയമപരമായും സംഘടനാപരമായും നേരിടുമെന്ന് NGO യൂണിയൻ അറിയിച്ചു. റവന്യൂ വകുപ്പിലും തോന്നുംപടി തിരുവനന്തപുരം റവന്യൂ വകുപ്പിൽ കളക്ടറേറ്റിലും ലാൻഡ് റവന്യൂ കമ്മീഷണറുകളിലും കോൺഗ്രസ് അനുകൂല സംഘടനയായ ഇഷ്ടപ്രകാരം സ്ഥലം മാറ്റം. ആലപ്പുഴ ജില്ലയിൽ ജില്ലാ റവന്യൂ എസ്റ്റാബ്ലിഷ്മെന്റിൽ ഡെപ്യൂട്ടി കളക്ടർ ഇറക്കിയ ഉത്തരവിലെ ആദ്യ 2ാം സ്ഥലം മാറ്റവും ചട്ടവിരുദ്ധമാണ്. അമ്പലപ്പുഴ താലൂക്ക് ഓഫീസിലെ ക്ലർക്ക് കവിരാജിനെ കുട്ടനാട് താലൂക്ക് ഓഫീസിലേക്കാണ് മാറ്റിയത്. കുട്ടനാട് താലൂക്ക് ഓഫീസിലെ ക്ലർക്ക് മധുവിനെ പകരം അമ്പലപ്പുഴയിലേക്കും മാറ്റി. NGO അസോസിയേഷൻ ജില്ലാ ഭാരവാഹി മധുവിന്റെ സൗകര്യം നോക്കിയാണ് മാറ്റം. ഓൺലൈൻ ക്യൂ ലിസ്റ്റിലെ മുൻഗണന പാലിക്കപ്പെട്ടിട്ടില്ല. റവന്യൂവിലെ ഓൺലൈൻ സ്ഥലമാറ്റം ചട്ടം അനുസരിച്ച് ജീവനക്കാർ ജോലി ചെയ്യുന്ന താലൂക്കിന് പുറത്തേക്ക് സ്ഥലം മാറ്റം പാടില്ല. 2 ജീവനക്കാരെയും മറ്റ് താലൂക്കുകളിലേക്കാണ് മാറ്റിയത്. പരാതി കൊടുക്കാനെത്തി പോലീസ് ജീപ്പുമായി കടന്നു. മൊബൈൽ ഫോൺ നഷ്ടമായി എന്ന പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ സ്റ്റേഷൻ മുന്നിൽ നിർത്തിയിട്ട ജീപ്പുമായി കടന്നു. നഗരത്തിൽ കറങ്ങി തട്ടുകടയിൽ ചായ കുടിക്കാൻ ഇറങ്ങിയ ജീപ്പുകളനെ നാട്ടുകാർ കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഗുരുവായൂർ തൊഴിയൂർ സ്വദേശി ഹംസത്താണ് പിടിയിലായത്. ശനി പുലർച്ചെ 12:45 സംഭവം. തന്റെ ഫോൺ നഷ്ടപ്പെടുന്ന പരാതി നൽകാൻ നേരത്തെ ഇയാൾ കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. പരാതി സൈബർ സെല്ലിലാണ് നൽകേണ്ടതെന്ന് ഇവിടത്തെ പോലീസുകാർ പറഞ്ഞതിനാൽ ഇയാൾ 12:45ഓടെ തൊട്ടടുത്തുള്ള കണ്ണൂർ പോലീസ് ക്ലബ് ജംഗ്ഷന് സമീപത്തെ സൈബർ പോലീസ് സ്റ്റേഷനിലെത്തി. മുൻഭാഗത്ത് പോലീസുകാരെയും ആരെയും കാണാത്തതിനാൽ കോമ്പൗണ്ടിൽ കറങ്ങുമ്പോൾ ഇവിടെ പാർക്ക് ചെയ്ത KLCH 8989 ജീപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. അതിലാണ് താക്കോലുമുണ്ട്. കൂളായി ജീപ്പിൽ കയറി നഗരത്തിൽ ഒന്ന് കറങ്ങി. പിന്നീട് കവിതാ തിയേറ്ററിന് സമീപത്തെ SN പാർക്കിനടുത്തുള്ള തട്ടുകടയിൽ ചായ കുടിക്കാൻ ജീപ്പ് നിർത്തി ഇറങ്ങി. തട്ടുകടയിലുണ്ടായിരുന്നവർ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ജീപ്പ് ഓടിച്ചു വന്നയാളെ ശ്രദ്ധിച്ചു. നിങ്ങൾ പോലീസാണോ എന്ന ചോദ്യത്തിന് പോലീസൊന്നുമല്ല, സ്റ്റേഷനിൽ കണ്ട് ജീപ്പ് എടുത്തു വന്നതാണ് എന്ന മറുപടിയും ഹംസത്ത് നൽകി. ഇതോടെ ഇയാളെ തടഞ്ഞുവെച്ച് തട്ടുകടയിലുള്ളവർ ടൗൺ പോലീസിന് വിവരം നൽകി. ടൗൺ ഇൻസ്പെക്ടർ കൈലാസ് നാഥും സംഘവും സ്ഥലത്തെത്തി ഇയാളെയും ജീപ്പിനെയും കസ്റ്റഡിയിലെടുത്തു.
പാചകവാതക തൊഴിലാളികൾ 30 മുതൽ പണിമുടക്കും. ശമ്പള വർധന നടപ്പാക്കുന്നതിനും ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിലും പ്രതിഷേധിച്ച് ജില്ലയിലെ പാചകവാതക വിതരണ തൊഴിലാളികൾ 30 മുതൽ അനിശ്ചിതകാലം പണിമുടക്ക് ആരംഭിക്കും. ജില്ലാ ഫ്യൂവൽ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിലാണ് സമരം. ഇത് സംബന്ധിച്ച നോട്ടീസ് യൂണിയൻ കളക്ടർക്ക് കൈമാറി. 2020 ജൂണിന് ശേഷം തൊഴിലാളികളുടെ മിനിമം കൂലി പുതുക്കിയിട്ടില്ല. ശമ്പള വർധന ആവശ്യപ്പെട്ട് 1.5 വർഷമായി നടത്തുന്ന സമരങ്ങളോട് ഉടമകൾ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത്. 58 വയസ്സ് പൂർത്തിയാകുമ്പോൾ തൊഴിലാളികളെ പിരിച്ചുവിടുകയാണ്. ശമ്പളവും ബോണസും മാസത്തിന്റെ ആദ്യ ആഴ്ച പങ്ക് മുഖേന നൽകുക. 2025 ഫെബ്രുവരി 21 ആവശ്യപ്പെട്ട 2500 രൂപയുടെ ഇടക്കാല വർധന മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുക. ESI, PF ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്കും കുടുംബത്തിനും ബാധകമാക്കി പാസ്ബുക്ക് വിതരണം ചെയ്യുക എന്നിവയാണ് ആവശ്യങ്ങൾ. വെളിച്ചെണ്ണ വിലയിൽ വൻ ഇടിവ്. അടുക്കളകളിലെ ആശങ്ക ഇല്ലാതാക്കി വെളിച്ചെണ്ണ വിലയിൽ വൻ ഇടിവ്. കഴിഞ്ഞ 3 മാസത്തിനിടെ 1 കിലോഗ്രാമിന് 69 രൂപ കുറഞ്ഞു. 255 രൂപയിലേക്കാണ് വില താഴ്ന്നത്. 2025 കിലോഗ്രാമിന് 500 രൂപ വരെയുണ്ടെങ്കിലും വെളിച്ചെണ്ണ വില ഈ വർഷം ആദ്യം 320 രൂപയിലെത്തിയിരുന്നു. തേങ്ങയുടെയും കൊപ്രയുടെയും വില ഇടിഞ്ഞു. തമിഴ്നാട് ഉൾപ്പെടെ അന്യസംസ്ഥാനങ്ങളിൽ തേങ്ങ ഉൽപ്പാദനം കൂടിയതും US-ഇറാൻ യുദ്ധവും വിലയിടിവ് കാരണമായതാണ് റിപ്പോർട്ട്. പച്ചത്തേങ്ങ കിലോഗ്രാമിന് 80 നിന്നും 40 രൂപയിലേക്ക് കുറഞ്ഞത്. കൊപ്ര വില 146 രൂപയായി കുറഞ്ഞു. 3 മാസം കൊട്ടത്തേങ്ങ വില 210 രൂപയായും കുറഞ്ഞു. ഇത്തവണ ചൂട് കൂടിയതിനാൽ തേങ്ങ പെട്ടെന്ന് വിളഞ്ഞതും അധിക ഉണക്ക് ഭയന്ന് കർഷകർ വിറ്റ് തീർത്തതും വില കുറയാൻ ഇടയാക്കി. അതേസമയം വെളിച്ചെണ്ണ വിലയിലെ കുറവ് പലയിടത്തും ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്നില്ലെന്ന് പരാതിയുണ്ട്. വെളിച്ചെണ്ണ വില ഉയർന്ന സമയത്ത് വിൽപ്പനയിൽ 60% വരെ ഇടിവുണ്ടായിരുന്നു. പകരം പാം ഓയിൽ വരവ് ശക്തമാകുകയും ചെയ്തു. മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ ഏജൻസികൾ പാം ഓയിലിന് വലിയ ഓഫറുകളാണ് നൽകുന്നത്. രാജ്യത്ത് 4-ൽ-1 വാതരോഗം. ഇന്ത്യയിൽ ജനസംഖ്യയിൽ 4-ൽ-1 വാതരോഗ സംബന്ധമായ അസുഖങ്ങളുണ്ടെന്ന് പൂനെ സെന്റർ ഫോർ റുമാറ്റിക് ഡിസീസസ് ഡയറക്ടറും ചീഫ് റുമാറ്റിസ്റ്റുമായ ഡോക്ടർ അരവിന്ദ് ചോപ്ര പറഞ്ഞു. ഇന്ത്യയിലെ ആർത്രൈറ്റിസ് ആഘാതം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അലോപ്പതിയും ആയുർവേദവും ഒന്നിച്ചുള്ള പുതിയ ചികിത്സാരീതി വികസിപ്പിച്ചെടുത്താൽ മാത്രമേ ഇതിനെ പൂർണ്ണമായും പ്രതിരോധിക്കാനാവൂ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ റൂമറ്റോളജി വിഭാഗം, പൂനെ സെന്റർ ഫോർ റുമാറ്റിക് ഡിസീസസ് സംയുക്തമായി കോഴിക്കോട് ഹോട്ടൽ ഗോകുലം ഗ്രാൻഡിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആർത്രൈറ്റിസ് എപ്പിഡെമിയോളജി ആൻഡ് പബ്ലിക് ഹെൽത്ത് ഇന്ത്യ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് പരിപാടി. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KG സജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പഞ്ചകർമ്മ ഡയറക്ടർ ഡോക്ടർ S മൂർത്തി മുഖ്യാതിഥിയായി. ആർത്രൈറ്റിസ് രോഗനിർണയത്തിൽ ആയുർവേദത്തിന്റെ പങ്ക്, ഇന്റഗ്രേറ്റീവ് മെഡിസിൻ സമീപനം, ജീവിത നിലവാരം അളക്കൽ, വിപുലമായ വിവരങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് തുടങ്ങിയ വിഷയത്തിൽ ചർച്ച നടന്നു. ആർത്രൈറ്റിസ് വാദം അഖിലേന്ത്യാ സർവേ റിപ്പോർട്ട്. വാതരോഗങ്ങളിൽ 65% സ്ത്രീകളാണ്. ഏകദേശം 42 ലക്ഷം ഇന്ത്യക്കാർക്ക് ഈ ഗുരുതരമായ വാതരോഗങ്ങളുമുണ്ട്. ഇത് ഹൃദയാഘാതത്തിനും അകാല മരണത്തിനും വരെ കാരണമായേക്കാം. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ പ്രത്യുൽപാദന പ്രായത്തിലുള്ള യുവതികളിൽ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് വളരെ കൂടുതലായി കാണുന്നു. 5.25 കോടി ആളുകൾക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ബാധിച്ചിട്ടുണ്ട്. പുതിയ കാരണങ്ങൾ. മൊബൈൽ ഫോണുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും അമിത ഉപയോഗം മൂലം കഴുത്തുവേദന, നടുവേദന എന്നിവ അനുഭവിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. പുകയില ഉപയോഗം, സാക്ഷരതാക്കുറവ്, മാംസാഹാരം എന്നിവ രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നു. കേരളത്തിലെ ഏകദേശം 1 കോടി ജനങ്ങൾ സന്ധിവേദന അനുഭവിക്കുന്നവരാണ് സർവേ വ്യക്തമാക്കുന്നത്. 22 ലക്ഷത്തോളം പേർക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ബാധിച്ചിട്ടുണ്ട്. 50 ലക്ഷത്തോളം ആളുകൾക്ക് നടുവേദനയുമുണ്ട്. കോഴിക്കോട് നടത്തിയ സർവേ പ്രകാരം ചിക്കൻ ഗുനിയ ബാധയെ തുടർന്നുണ്ടായ വിട്ടുമാറാത്ത വാതരോഗം കേരളത്തിൽ ആരോഗ്യ പ്രശ്നമാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 21 കുട്ടികളെ രക്ഷിച്ചു. മനുഷ്യക്കടത്തുന്ന സംശയം. ബീഹാറിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 21 കുട്ടികളെ റെയിൽവേ സംരക്ഷണ സേന RPF രക്ഷപ്പെടുത്തി. കിഴക്കൻ ചമ്പാരൻ ജില്ലയിലെ ബാപ്പുധാം മോത്തിഹാരി റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. കുട്ടികളെ കടത്താൻ ശ്രമിച്ചുവെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരു NGOയുടെ സഹായത്തോടെയാണ് RPF കുട്ടികളെ കണ്ടെത്തിയത്. വിദ്യാഭ്യാസം നൽകാമെന്ന് വ്യാജേന കുട്ടികളെ ലൈസൻസ് ഇല്ലാത്ത ഹോസ്റ്റലുകളിൽ താമസിച്ച് ഇരിക്കുകയായിരുന്നു എന്ന് സൂചനയുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കുട്ടികളെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി. സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്.
പത്തനാപുരത്തും UDF BJP ഡീൽ കണക്കുകൾ നിരത്തി KB ഗണേഷ് കുമാർ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്തനാപുരം മണ്ഡലത്തിലും UDF BJP ഡീൽ നടന്നതിൻ്റെ കണക്കുകൾ നിരത്തി LDF സ്ഥാനാർത്ഥിയായിരുന്ന KB ഗണേഷ് കുമാർ BJP വോട്ടുകൾ കുത്തനെ കുറഞ്ഞത് UDFിലേക്ക് ഒഴുകിയെന്നും സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ഇത്തരം ഡീലുകൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പറഞ്ഞു. UDF BJP ഡീലിൻ്റെ ഭാഗമായാണ് പത്തനാപുരം മണ്ഡലത്തിൽ ഇരു കൂട്ടരും LDFിനെതിരെ പ്രവർത്തിച്ചത്. പ്രചാരണ രംഗത്ത് പോലും സജീവമായി NDA മുന്നണി ഇല്ലായിരുന്നു. സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ഇത്തരം ഡീലുകൾ ഉണ്ടായിരുന്നു. പാർട്ടികൾക്ക് കിട്ടിയ വോട്ട് ഷെയർ നോക്കിയാൽ മനസ്സിലാകും. സംസ്ഥാനത്ത് തന്നെ BJP ജയിച്ച 3 മണ്ഡലങ്ങളിലും 2ാം സ്ഥാനത്ത് എത്തിയത് LDF ആണ്. വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് 3 സ്ഥലത്തും BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത്. 3 സ്ഥലത്തും കോൺഗ്രസ് 3ാം സ്ഥാനത്താണെന്നതും അദ്ദേഹം കുറിച്ചു. 2016 BJP സ്ഥാനാർത്ഥി ഭീമൻ രഘുവിന് ലഭിച്ച വോട്ട് 11,700. 2021 BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് 12,398. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മാത്രം നിയോജകമണ്ഡലത്തിൽ ലഭിച്ചത് 23,000 വോട്ടുകളാണ്. ആ സ്ഥാനത്താണ് സംസ്ഥാനത്ത് ഇപ്രാവശ്യം 3 സീറ്റുകൾ ജയിച്ച BJPക്ക് പത്തനാപുരത്ത് ലഭിച്ചത് ആകെ 7,031 മാത്രം. അതും BJPക്ക് വേണ്ടി മത്സരിച്ചത് പത്തനാപുരത്ത് പ്രാതിനിധ്യമില്ലാത്ത 2020. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.